പൗരസ്ത്യ പിതാക്കന്മാരുടെ ആരാധനാ ഗീതങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാവത്തിലുള്ളത് തന്നെയാണ്. ആ ഗീതങ്ങളിൽ കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ആത്മശരീര മനസ്സുകൾ പറുദീസയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വരികൾ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആധ്യാത്മിക ഉയർച്ചയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ പ്രവേശിക്കുന്നത്. വേദപുസ്തകത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇന്ന് നമ്മൾ കൊണ്ടാടുമ്പോൾ അത് വെറും ഒരു ഓർമ്മയല്ല. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീനെന്ന് കർത്താവ് പറയുമ്പോഴും ആ ഓർമ്മ എന്നുള്ള വാക്കിന് അല്പം അഗാധമായ അർത്ഥമുണ്ട്. ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എനംനേസിസ് എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. അതിപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറയുമ്പോൾ. പക്ഷെ എന്താണത്? മെമ്മറിയിൽ സംഭവിക്കുന്ന എന്തോ ഒന്നാണോ? സാധാരണ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകും. അങ്ങനെയൊരു അനുഭവമല്ല. ആരും ദൈവത്തെ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല, അവനൊന്നും മറന്നു പോകുന്നുമില്ല. കർത്താവെ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, കർത്താവെ നിൻ്റെ കൃപാവലയത്തിൽ നിന്ന് ഞാൻ അകന്നു പോകരുത് എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദോത്സവത്തിൽ നടന്ന ഒരു സംഭവങ്ങളും, അത് സൗഖ്യദാന ശുശ്രൂഷകളായിക്കോട്ടെ, അത്ഭുതങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ കൊണ്ടാടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് വേറൊരു ഇൻസിഡൻ്റ് ആണ് എന്നല്ല. അന്ന് നടന്ന സംഭവം അതേ ആത്മാവിൽ, അതേ ഭാവത്തിൽ, അതേ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ അതിനെ ഉൾക്കൊള്ളുകയോ ഭാഗവാക്കാകുകയോ ചെയ്യുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഒരു നദിയുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ ചുറ്റും വട്ടത്തിലൊരു നദി. കിഴക്കുവശത്ത് ഒരാൾ കാലെടുത്ത് വയ്ക്കുന്നു, അവനൊരു കുളിർമ കിട്ടുന്നു. വൈകിട്ടായപ്പോൾ വേറൊരാൾ പടിഞ്ഞാറ് വശത്ത് കാലെടുത്ത് വയ്ക്കുന്നു, അവനും കിട്ടുന്നു കുളിർമ. തെക്കും വശത്തും പല സമയങ്ങളിലായിട്ട് വേറെ രണ്ടുപേർ കാലെടുത്ത് വയ്ക്കുന്നു, അവർക്കും കിട്ടുന്ന കുളിർമ. സ്ഥലം മാറി, സമയം മാറി, പക്ഷേ നദി ഒന്ന് തന്നെ, കിട്ടിയ കുളിർമയും ഒന്ന് തന്നെ. ഇതുപോലെ അന്ന് നടന്നൊരു സംഭവം ഇന്ന് നമ്മൾ ആധ്യാത്മികമായി ആഘോഷിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഒരേ നദിയിൽ നിന്നാണ് നമ്മൾ ആ കുളിർമ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ നദി മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ് തന്നെ. ഈ പൗരസ്ത്യ പിതാക്കന്മാരുടെ ആരാധനാഗീതം നമ്മളെ ആ ഒരു രീതിയിൽ ആധ്യാത്മികതയിലേക്ക് ഉയർത്തട്ടെ.
Mashihaya Nadan Dunam
നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് തേൻകട്ടേക്കാൾ മധുരമുള്ളതാകുന്നു. നിന്റെ വചനം അതിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു. വചനം ആദിയിലതുണ്ടായിരുന്നു. അത് ദൈവത്തോട് കൂടെയായിരുന്നു. അത് ദൈവമായിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആ വചനമാണ് ജഡമായി തീർന്നത്. അവനാണ് കർത്താവായ യേശു മിശിഹ. പ്രിയമുള്ളവരെ, പലപ്പോഴും വചനം എന്നുള്ള ആ ആധ്യാത്മിക സത്യത്തിൻ്റെ ഭാവത്തെ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? അതിൻ്റെ അക്ഷരങ്ങളിലുള്ള വരികളിലല്ല, ആത്മാവിലുള്ള ഭാവങ്ങളിലാണ്. വരികൾക്കിടയിൽ ഒരാത്മാവുണ്ടാകണം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നിലും ഈണ കിട്ടാതെ ഇരിക്കില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വചനം വായിക്കുമ്പോൾ അതിനൊരു ഇണയുണ്ടാവണം. ആ ഇണവാക്യം പരിശുദ്ധാത്മാവാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. ഇണയും കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു ഇണയും തമ്മിൽ പരസ്പരം ചേരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയുണ്ടാവും. പ്രകൃതി നിയമമാണ്. ഒരു വചനത്തിൻ്റെ ഇണവാക്യത്തെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന് ആ വാക്യത്തെ ഇണ ചേർത്ത് കഴിയുമ്പോൾ നമുക്കന്ന് ഒരു പുതിയ സന്ദേശം ലഭിക്കും. അത് അന്നത്തെ കുഞ്ഞാണ്. അതാണ് പുതിയ കൃപ, പുതിയ വചനം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലാതെ അക്ഷരത്തിലല്ല. ആ ഉള്ളിലുള്ള ആധ്യാത്മികമായ ആ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് കാണിച്ചു വരുമ്പോൾ അത് ഇന്നത്തെ നിൻ്റെ കുഞ്ഞായി നീ തോളിലേറ്റിക്കൊണ്ട് നടക്കണം. നിൻ്റെ വചനം വീണ്ടും വചനം വായിക്കുമ്പോൾ വീണ്ടും ഇണവാക്യങ്ങളെ ദൈവം തരും. അവയെ കൂട്ടിയോജിപ്പിക്കണം. ഒരു കുഞ്ഞിനെ കിട്ടും. അങ്ങനെ വിലാപങ്ങളിൽ പറയുന്നത് പോലെ രാവിലെ തോറും പുതിയ പുതിയ കൃപകൾ വചനത്തിൽ കൂടി. അല്ലാതെ വചനത്തിൻ്റെ അർത്ഥങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ മാത്രം ബലത്തിൽ ആശ്രയിച്ച് നമ്മൾ പഠിക്കുകയോ അപഗ്രഥിക്കുകയോ ചെയ്താൽ അതിൽ തിന്മ പ്രവേശിക്കും, നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് വേദവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേട്ട് ഉൾച്ചെവികൾ തുറന്ന് അതിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. സനിസ പമ മഗരി സനിസ പമ
പൊല്ലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴ ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാക്കാൻ ഫലം പൊഴിക്കും തോഴ മഹിമകൾ മുഴുവൻ വാങ്ങിടുവിൻ തോഴാ. ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാകാൻ ഫലം പൊഴിക്കും തോഴാ. ഹരി സരി വിരിഗഗ, ഹരി സരി വിരിഗഗ, ഹരി മാരി കൃപാ മഗരി സനിധ. പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമു തോഴ ഇന്നും അതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമു തോഴാ. എന്നും അതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. സനി സ പ മ പ മഗരി ഗിരി സ. സനി സ പ മ പ മഗ മരി മഗരി സ. തേനോടു തേൻ കൂടതിലെ നൽ തേലി തേൻ ഇതിനു സമമു തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ തേനോടു തേൻ കൂടതിലെ നൽ തേലി തേൻ ഇതിനു സമമു തോഴാ. ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴാ. ഗമ പഥ പ മഗരി ഗമ പ മഗരി സരി ഗമ ഗരി സ സനി പസ്സ ഗമ പദ പ മഗരി ഗമ പ മഗരി സരി ഗമ ഗരി സ സനി പ സ. പനി സനി സരി സരി ഗരി ഗമ സനി ദ പ മഗരി സ സരി ഗമ പ സരി 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 ഗരി ഗമ സരി ഗമ മഗരി സ സരി ഗമ പ. ഗമ പ മഗരി സ സരി ഗമ പ ഗമ പ മഗരി സ സരി ഗമ പ. പഥ പ മ പ മ ഗമ ഗ ഗമ പ പദ പ മ പ മ ഗമ ഗ ഗമ പ. സരി രി ഗമ പ സരി രി ഗമ പ. സനി ദ പ ഗമ പ സരി ഗമ ഗമ പ. ഗമ പ ഗമ പ. രി ഗമ രി ഗമ. സരി ഗ സരി ഗ. നി സരി സരി. പനി സ നി സരി നി സരി സരി ഗ സരി ഗ രി ഗമ ഗമ പ മഥ പ ഗ പ മ നി മ ഗ സ ഗ രി നി സരി പ സരി പ നി സ നി സരി ഗ സ ഗ രി ഗമ പ നി സ സ ഗ രി സ സ സ രി രി സ സരി രി രി ഗ രി ഗ മ ഗ രി ഗ ഗ പ പ പ സ നി ദ പ ഗ പ പ സ ദ പ മ ഗ പ സ ദ പ മ ഗ ദ പ മ ഗ രി സ നി സ തേനിലും മധുരം വേദമല്ലാതെന്തുണ്ടു ചൊല്ലോരാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. തേനിലും മധുരം വേദമല്ലാതെന്തുണ്ടു ചൊല്ലോരാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. അഖനി
Parthene tesfina achrande te otoiki. Parthene mitiranasha